പണ്ട് പഴമക്കാർ പറയും ഡാഷ് ചെയ്തവനെ ചുമന്നാൽ ചുമന്നവനും നാറും എന്ന് പറയുന്നൊരു സാധനമുണ്ടല്ലോ. അങ്ങനെയല്ലേ അപ്പോൾ അതിനെ നമ്മൾ കൂട്ടി വായിക്കുന്നത്? മതേതരത്വത്തിൽ വെള്ളം ചേർക്കുന്ന ഒരു പരിപാടിയും നമ്മൾ ഇതുവരെ ചെയ്തിട്ടുമില്ല. പക്ഷെ ഇതൊരു മതേതരത്വത്തിൽ വെള്ളം ചേർക്കലായി പോയില്ലേ? ഒരു സന്യാസി ഒരു പള്ളിയിൽ ഇമാമിൻ്റെ മുറി കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമാണ്. വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ തല്ലിക്കൊല്ലും അയാൾ, ആ സന്യാസി. നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത്ഭുതപ്പെടും. NSS ഉദ്ഘാടനം ചെയ്തത് ശ്രീനാരായണ ഗുരുവാണെന്ന് ഇവരുടെ ഒരു സന്യാസി പറഞ്ഞു. സ്വാമി വർഗീയത പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്കൊരിക്കലും സ്വാമീനെ ഇഷ്ടപ്പെടാനോ സ്വാമീനെ ബഹുമാനിക്കാനോ സ്വാമിയോട് ഇത്രയും ഇഷ്ടത്തോടു കൂടി സംസാരിക്കാനോ എനിക്ക് പറ്റില്ല. സന്ദീപ് വാര്യർ ജയിക്കണ്ട, VPP മുസ്തഫ ജയിച്ച അത് രാഷ്ട്രീയ കാഴ്ചപ്പാട് കൊണ്ടാണോ അതോ എന്തെങ്കിലും നിലപാടുകൾ കൊണ്ട് തന്നെയാണോ? സൂര്യനിൽ നിന്ന് എങ്ങനെ ഒരു സ്ത്രീ ഒരു കുട്ടിയെ പ്രസവിക്കും? സംഭാവ്യമാണോ അത്? 10 തലയുള്ള ആളും ഇയാളിങ്ങനെ ഓരോ തല പോകുമ്പോൾ ഓരോ തല വരികയും. വർഗീയതയാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിൽ സ്വാമിക്ക് യാതൊരു ഡൗട്ടും ഇല്ലല്ലോ. വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി കൊണ്ടുപോവുകയും ഇത്രത്തോളം വിദ്വേഷം പറഞ്ഞിട്ടും മുഖ്യമന്ത്രി പൊന്നാട അണിയിച്ച് സ്വീകരിച്ചതൊക്കെ പറയുന്നതും അത് സത്യം പറഞ്ഞാൽ വെള്ളം ചേർക്കലല്ലേ? EMS മഹാത്മജിയോട് ഉപമിച്ചു. മദനി അതോടുകൂടി അതൊരു വലിയ പ്രശ്നമായിപ്പോയി. മദനി മൊത്തത്തിൽ പറയുമല്ലോ, അസുരനെ ഈ ഭഗവാൻ ഇടപെട്ട് പുതിയൊരു ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഇടപാടായിപ്പോയി. അവർക്ക് എന്താ കിട്ടുന്നതല്ലേ ഇങ്ങനെ ഈ മനുഷ്യന്മാരെ തമ്മിൽ ഈ മനസ്സുകൾ തമ്മിൽ ഭിന്നിപ്പിച്ചിട്ട് എന്ത് ആത്മസുഖം കിട്ടുന്നത്? ഇവർക്ക് രാഷ്ട്രീയ നേട്ടമോ കിട്ടുന്നില്ല, അവർക്ക് ദൂരെ ശ്രമിച്ചിട്ടോ അത് കിട്ടുന്നില്ല. പക്ഷേ ഈ നമ്മൾ ആലോചിക്കാറുണ്ട്, ഈ രാത്രി കിടക്കാൻ നേരത്ത് ഇവർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കില്ലേ എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. ഈ BJP ഇതുപോലെ തന്നെ ഇനിയും ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം കൂടി ഭരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ? ഈ കോലത്തിൽ പോയി കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ ജയിക്കണ്ട, VPP മുസ്തഫ ജയിച്ച അത് രാഷ്ട്രീയ കാഴ്ചപ്പാട് കൊണ്ടാണോ അതോ എന്തെങ്കിലും നിലപാടുകൾ കൊണ്ട് തന്നെയാണോ? അതിൽ രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അതുണ്ട്. അതെ, കാരണം സഖാവായ ഒരു സ്വാമിയാണിത്. അതെ, നമ്മുടെ രാഷ്ട്രീയം ഇടതുപക്ഷ ആഭിമുഖ്യം അതൊന്നും നമ്മൾ മറച്ചു വെച്ച് ഇടതുപക്ഷത്തിന് നമുക്ക് ഒരിക്കലും എതിർക്കാനൊക്കെ ഇന്ത്യയിൽ കേരളത്തിൽ ഇടതുപക്ഷം എന്നും എക്കാലം നിലനിൽക്കണം. തീർച്ചയായും അതങ്ങനെ ചിന്തിക്കുന്ന ആളെ. പക്ഷെ ഞാനൊരു ഹൈഡ് ചെയ്ത് അതിനെ വെച്ച് ഒരു വേറൊന്ന് പറയുന്ന ഒരാളല്ല. നമ്മൾ പരസ്യമായിട്ട് പറയുന്നത് നമ്മളും ഈ ഒരു അഭിപ്രായമുള്ള ഒരാളാണ്. ഓരോരുത്തരുടെ രാഷ്ട്രീയം അവർക്ക് തുറന്ന് പറയാൻ, അത് ആ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ സാധിക്കണം. അത് പറയാതിരിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കണം. രാഷ്ട്രീയം വേണം, എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ട്. അത് അവർ ഹൈഡ് ചെയ്യുന്നത് ഒരു നല്ലതായിട്ട് നമുക്ക് തോന്നാറില്ല. ഇപ്പൊ തുറന്നു പറയണം. അതെ, അതാണ് നമ്മുടെ ഒരു ഇത്. അപ്പൊ അതുകൊണ്ട് ഓരോ സീറ്റും VPP മുസ്തഫ അതെ ഓരോ സീറ്റും സന്ദീപ് വാര്യരായിട്ട് നമുക്ക് പേഴ്സണലായിട്ട് നല്ല അടുപ്പമുള്ള ആളാട്ടോ. പേഴ്സണലായിട്ട് അതിലിരിക്കുന്ന സമയത്തും അതിന് മാറിയ സമയത്തും ലെഫ്റ്റിലേക്ക് അദ്ദേഹം വരുന്നു എന്ന് പറയുന്ന സമയത്തൊക്കെ നമ്മൾ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റിലോട്ട് വന്നിരുന്നെങ്കിൽ അംഗീകരിച്ചാലല്ലേ കുറച്ചും കൂടി. ലെഫ്റ്റിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ മാറ്റം സംഭവിക്കുക. കാരണം മതേതരത്വത്തിൻ്റെ ഏറ്റവും ഇതിലേക്ക് അദ്ദേഹത്തിന് വന്നേ മതിയാവും. അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതിലേക്ക് വന്നേ മതിയാവും. അതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. ഇടതുപക്ഷം ഒന്നാന്തരം മതേതരത്വം തന്നെയാണ്. പക്ഷെ കോൺഗ്രസ് മതേതരത്വം അല്ലെന്ന് പറയില്ല, പൂർണ്ണത കിട്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ അങ്ങനെയുള്ള നിലപാടുകൾ എടുക്കുന്നു. അതിപ്പോൾ ഇടതുപക്ഷത്തിന് സംഭവിക്കുന്നില്ല. വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി കൊണ്ടുപോവുകയും ഇത്രത്തോളം വിദ്വേഷം പറഞ്ഞിട്ടും മുഖ്യമന്ത്രി പൊന്നാട അണിയിച്ച് സ്വീകരിച്ചതൊക്കെ പറയുന്നതും അത് സത്യം പറഞ്ഞാൽ വെള്ളം ചേർക്കലല്ലേ? ആ നിലപാടിൽ മുഖ്യമന്ത്രി യോജിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഇത് പറയും അല്ല. അത്തരത്തിൽ അപരമത വിദ്വേഷം ഇപ്പം തന്നെ നമ്മൾ സംസാരിച്ച മലപ്പുറത്തിന്റെ കേസും അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഹിന്ദുക്കൾ വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നതെന്ന് പറയുന്ന ഏറ്റവും വർഗീയപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതിന് ശേഷമാണ് മുഖ്യമന്ത്രി ഷാളിട്ട് സ്വീകരിച്ചത്. അത് ഏത് മതേതരത്വ വിശ്വസിക്കുന്ന എല്ലാ വ്യക്തിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ട ഒരു കേസ് കേട്ടാണത്, അല്ലേ? അങ്ങനെ ഒരു സംഭവിച്ച ഒരു പ്രശ്നമല്ലേ അത്? സ്വാമിക്ക് തോന്നിയില്ല? അല്ല, അതിൽ നമുക്ക് തോന്നുന്നു അത് CM-നോട് ചോദിച്ച് അതിനെ ഇത് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. കാരണം അദ്ദേഹത്തിന് അതിന് ഉത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും.
കാരണം ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ തനി സഖാവായോ അല്ല നമ്മൾ കാണേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്നത്, പിണറായി വിജയൻ ഒരു വർഗീയവാദിയാണ് നമ്മൾ ഒരിക്കലും പറയില്ല. അല്ല, അത് നമ്മൾ കാണേണ്ടത് അദ്ദേഹം ഒരു സ്റ്റേറ്റിന്റെ ഹെഡാണ്. അപ്പോൾ ആ നിലയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി അതിനൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. കാറിൽ കൊണ്ടുപോയത് എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹം വരുന്ന ഒരു പരിപാടി, ഈ ശബരിമല അതുമായിട്ടുള്ള ബന്ധപ്പെട്ട പരിപാടിയിൽ അവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇദ്ദേഹത്തിൻ്റെ കാറ് കുറച്ച് എവിടെയാണ് പാർക്ക് ചെയ്തത്, പിന്നെ അത്ര ദൂരം അങ്ങോട്ട് നടക്കണം. അപ്പോൾ അതിനാണ് അദ്ദേഹത്തിൻ്റെ കാറിൽ കയറ്റിയത്, അല്ലാതെ അവിടുന്ന് തിരുവനന്തപുരം മുതൽ. പക്ഷേ അത് കൊടുക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഒരു സമൂഹത്തിന് എത്രത്തോളം വേദന ഉണ്ടായി കാണും എന്ന് മുഖ്യമന്ത്രിയും കൂടി ചിന്തിക്കേണ്ടതല്ലേ? അല്ല, അത് അങ്ങനെ അത് ഈ പറഞ്ഞ പോലെ ഗുരുവായൂരിൽ ബോർഡ് വെക്കുന്നത് പോലെ പിരിയേറ്റുന്ന ചില ആളുകളിൽ അത് ഉണ്ടാവുന്നു എന്നുള്ളേ ഉള്ളൂ. അങ്ങനെ മാത്രം അത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. സ്വാമിയുടെ ബാക്കി എല്ലാ നിലപാടുകളും നമ്മൾ അംഗീകരിക്കുന്നതാണ്. യോജിക്കുകയൊക്കെ സ്വാഭാവികമായിട്ടും നമ്മുടെ ആശയ സംവാദത്തിൽ അത് നമ്മൾ പറഞ്ഞുവല്ലോ. ഇപ്പോൾ വെള്ളാപ്പള്ളി മലപ്പുറത്തെക്കുറിച്ച് നടത്തിയ പരാമർശം, അതുപോലെ കോഴിക്കോട് ആ ആള് ഗട്ടറിൽ വീണ് അയാൾ ആ സമയത്ത് മാൻഹോളിൽ വീണ്, അതൊക്കെ നമ്മുടെ ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. നമ്മൾ നിശ്ചിതമായി അതിനെയൊക്കെ ആ നിലപാടിനെ വെള്ളാപ്പള്ളിയോട് ബഹുമാനവും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അതല്ലേ ഞാൻ ആദ്യമേ തുടങ്ങിയപ്പോൾ എൻ്റെ ഇൻട്രോ തന്നെ ഈ കാഷായ വസ്ത്രം ധരിച്ച് കപടത കാണിക്കുന്നവരല്ല, താങ്കളെ പോലുള്ളവരെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. ആ കാഷായ വസ്ത്രത്തിന്റെ മഹിമയും അതിന്റെ ബഹുമാനവും എന്നും നിലനിൽക്കുന്നത് താങ്കളെ പോലുള്ളവരാണ് ഞാൻ പറഞ്ഞു. പക്ഷേ മതേതരത്വത്തിൽ വെള്ളം ചേർക്കുന്ന ഒരു പരിപാടിയും നമ്മൾ ഇതുവരെ ചെയ്തിട്ടുമില്ല. കാരണം അത് നമുക്ക് എന്തോ വലിയ ബുദ്ധിമുട്ടാണ് അത് ഉൾക്കൊള്ളാൻ. പക്ഷെ ഇതൊരു മതേതരത്വത്തിൽ വെള്ളം ചേർക്കലായി പോയില്ലേ? അല്ല, അത് നമ്മളങ്ങനെ, കാരണം നമ്മുടെ പ്രവൃത്തിയല്ല, വേറൊരാളുടെ. പിന്നെ ഇവരിൽ നമുക്ക് അങ്ങനെ ഒരു സംശയമില്ല. സി എമ്മിന്റെ കാര്യത്തിൽ അവർ സ്ട്രോങ് ആണ്. നമുക്കറിയാലോ, സി എം മുഹമ്മദ് റിയാസിനാണ് മകളെ വിവാഹം കഴിച്ചു കൊടുത്തത്. ഒരിക്കലും നമ്മൾ വർഗീയതയോട് പുള്ളി സത്യം ചെയ്യുന്ന ഒന്നും പറഞ്ഞില്ല. പക്ഷേ വോട്ടിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് തീർച്ചയായിട്ടും അതിനുവേണ്ടി, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു അജണ്ട പറയുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ അതുപോലെ ആലപ്പുഴയിലൊക്കെ ഈഴവ വോട്ടുകളിൽ വലിയ വിള്ളൽ CPM-ന് സംഭവിച്ചിരുന്നു. അതായത് മുസ്ലിം പ്രീണനം കൂടുതൽ നടത്തി. ആ സമയത്ത് മുസ്ലിം പ്രീണനം കൂടുതൽ നടത്തിയപ്പോൾ ഇവിടെ നിന്നൊരു വിള്ളലുണ്ടായി എന്നൊരു ചിന്താഗതിയിൽ നിന്നും എനിക്ക് തോന്നുന്നവരുടെ പ്രൊജക്ട് റിപ്പോർട്ട് തന്നെ അവർക്ക് വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇലക്ഷന് ശേഷം ഇവർ കൃത്യമായിട്ട് പഠനം നടത്തി അങ്ങനെ ഒരു സംഭവിച്ചിരിക്കുന്നു, അതിൻ്റെ അകത്ത് മാറ്റം വരുത്തണം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണോ എനിക്ക് ഈ SNDP അല്ലെങ്കിൽ ശ്രീനാരായണയുടെ അട്ടിപ്പറാവകാശം ഇദ്ദേഹത്തിനുണ്ടോ? ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ മാത്രമേ ഒരു വോട്ട് ചെയ്യുന്നു, അങ്ങനെ വല്ല ഒരു തെറ്റിദ്ധാരണ മുഖ്യമന്ത്രിക്കുണ്ടോ? ഇല്ല, മുഖ്യമന്ത്രിക്ക് ഇവരൊക്കെ ഇതിലൊക്കെ ഇതിൻ്റെ എന്താ പറയുക ഇന്നർ ലെയർ കാണുന്നവരാണല്ലോ. അപ്പോൾ ഇവരുടെയൊക്കെ സ്വാധീനം എത്ര ഉണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ വിചാരിക്കുന്ന ഇപ്പോൾ ചില സമയത്ത് ശ്രീനാരായണ ഗുരു തന്നെയായിരിക്കും ചിലപ്പോൾ ഇവർക്കൊക്കെ ശത്രു ആയിട്ട് നിൽക്കുന്നത്. കാരണം ശ്രീനാരായണ ഗുരു പറഞ്ഞ കാര്യങ്ങളും ഇതൊക്കെ ഇവരുടെ ചെയ്തികളുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടാത്ത, കോൺഗ്രസ്സുകാർക്ക് ഗാന്ധി പലപ്പോഴും ശത്രുവാകുന്നത് പോലെ ഓരോരുത്തർക്കും ഉണ്ടാവും അങ്ങനെ. ഇതിൻ്റെ അങ്ങോട്ട് സ്വാമി അങ്ങോട്ട് കൃത്യമായിട്ട് നിലപാട് പറയാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അല്ല, ഈ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയത് നമുക്കൊരു തെറ്റായിട്ട് കാണുന്നില്ല. അദ്ദേഹത്തിന് പൊന്നാട അണിയിച്ചതും തെറ്റായിട്ട് കാണുന്നില്ല. കാരണം ചെയ്യേണ്ട ചില അംഗീകാരങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ട സമയത്ത് അത് ചെയ്യും. പക്ഷേ നമ്മൾ ഈ പണ്ട് പഴമക്കാർ പറയും, ഡാഷ് ചെയ്തവനെ ചുമന്നാൽ ചുമന്നവനും നാറും എന്ന് പറയുന്നൊരു സാധനമുണ്ടല്ലോ. അങ്ങനെയല്ലേ അപ്പോൾ അതിനെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത്? കാരണം ഒരു വർഗീയത പറയുന്ന ഒരു വ്യക്തി, ഇപ്പം നമുക്കൊരു ഉദാഹരണ സഹിതം തന്നെ പറയാം. ഇപ്പം ഞാൻ അല്ലെങ്കിൽ സ്വാമി വർഗീയത പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്കൊരിക്കലും സ്വാമീനെ ഇഷ്ടപ്പെടാനോ സ്വാമീനെ ബഹുമാനിക്കാനോ സ്വാമിയോട് ഇത്രയും ഇഷ്ടത്തോടു കൂടി സംസാരിക്കാനോ എനിക്ക് പറ്റില്ല. ഞാൻ കൃത്യമായിട്ട് സംവദിക്കുമായിരിക്കും അപ്പോൾ അവിടെ ചെയ്യുന്നത്, താങ്കളുടെ നിലപാടുകളെ ചോദ്യം ചെയ്യുമായിരിക്കും ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും വർഗീയതയാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിൽ സ്വാമിക്ക് യാതൊരു ഡൗട്ടും ഇല്ലല്ലോ. മലയാളികളായിട്ടുള്ള മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് യാതൊരു ഡൗട്ടും കാണുകയില്ല. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ, അതായത് നമ്മുടെ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള, നമ്മൾ മോദീനെ ഇന്ത്യയുടെ മൊത്തം പ്രധാനമന്ത്രി എന്ന് പറയുന്ന പോലെ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന വ്യക്തി, എല്ലാവരുടെയും മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുമ്പോൾ കൊടുക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ കൊടുക്കുന്ന സന്ദേശം ഒരു യഥാർത്ഥ സന്ദേശമാണോ? അത് നമ്മൾ ഒന്ന് നന്നായി ആലോചിക്കേണ്ടതാണ്. അതായത് നമ്മളിതിനെ കുറച്ചൊരു ഇതിലെ മനഃശാസ്ത്രം നമ്മൾ കാണണം. ഈ നമ്മുടെ
ചില അധ്യാപകരുണ്ട്, പ്രധാന അധ്യാപകർ ക്ലാസ്സിൽ മഹാവികൃതിയായിട്ടുള്ള ഒരുത്തനെ ക്ലാസ്സിൻ്റെ ലീഡറാക്കി വിടും. ശരിയാ. പിന്നെ ഇവന് ഡീസൻ്റ് ആവാതെ വഴിയില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മദനിയെ ഒരു സമയത്ത് EMS മഹാത്മജിയോട് ഉപമിച്ചു. ഓർക്കുന്നുണ്ട്. അത് മദനി അതോടുകൂടി അതൊരു വലിയ പ്രശ്നമായിപ്പോയി മദനിക്ക്. മദനി മൊത്തത്തിൽ എന്താ പറയാ, ഡൗണായി. മദനിയെ മൊത്തത്തിൽ കട്ടി കുറച്ചു. അതെ, നമ്മൾ ഈ പറയുമല്ലോ, അസുരനെ ഈ ഭഗവാൻ ഇടപെട്ട് പുതിയൊരു ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഇടപാടായിപ്പോയി. അതൊരു തന്ത്രവും കൂടിയാണത്. അതേപോലെ ഇദ്ദേഹത്തിന് ഒരു കമ്മിറ്റ്മെൻറ്റ് വരും. ഇദ്ദേഹത്തിന് പഴയതുപോലെ അങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിന് ശേഷം മൂപ്പര് മയപ്പെട്ടു. മൂപ്പര് പറഞ്ഞത് എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അതിനുശേഷം അദ്ദേഹം ഒരുപാട് മോശം അല്ല, മൂപ്പര് ഭയങ്കരമായിട്ട് മയപ്പെട്ടിട്ട് മൂപ്പര് പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ മുസ്ലിങ്ങൾക്കെതിരായിട്ടില്ല, മുസ്ലിം ലീഗിനാണ്, മതി, അത് മതി. അതായത് ഈ ഒരു പ്രക്രിയ ചെയ്തിട്ടില്ലെങ്കിൽ ഇയാളൊരു ഭയങ്കര അപകടകാരിയാവും. ഇതുകൊണ്ടാണ് നമ്മൾ ഈ ലെഫ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതിവിടെ വളരെ അനിവാര്യമാണ്. തീർച്ചയായിട്ടും അതിവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടുത്തെ RSSകാരൻ പോലും കുറച്ചൊന്ന് മയപ്പെടുന്നത് ഇതുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ KR മീര പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി ആര് കേരളം ഭരിക്കുകയാണെങ്കിലും താൻ തോന്നിത്തം നടത്താൻ പറ്റില്ല. ഭരണത്തിനൊരു ഒരു അടുക്കും ചിട്ടയും വന്നു. ജനം ചോദ്യം ചെയ്യും, ജനത്തിന് അറിയാം അതുപോലെയാണത്. അപ്പോൾ ഒരു ഇത് പറയുമ്പോൾ അതൊരു ഇപ്പോൾ നമ്മളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഓരോന്ന് കാണുമ്പോൾ ഇവർ പാർട്ടിയുമായി ചേർത്ത് പറയാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ നമ്മൾ ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത കാര്യം നമ്മളോട് പറയും, ഇങ്ങനെ കണക്ട് ചെയ്യും. അപ്പോൾ ഇതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഒരു ഉത്തരവാദിത്വം പോലെ വരും, ഒരു ഡാമേജ് ഉണ്ടാക്കരുത് എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ പേഴ്സണൽ ലൈഫിലും എല്ലാം തന്നെ കാണാൻ നോക്കാൻ ആളുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെയോ നമുക്ക് ചുറ്റുമുണ്ട്, ആരൊക്കെയോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അല്ല, അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ട് അതാ നമ്മൾ ഈ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ പറഞ്ഞത്. കാരണം ഇനി അയാൾക്ക് പഴയത് എടുക്കാൻ പറ്റില്ലല്ലോ. പണ്ട് എന്തൊക്കെയാണ് അദ്ദേഹം മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞത്, ഈവൻ തങ്ങളെ കുറിച്ച് വരെ പറഞ്ഞു, ആരെ കുറിച്ചൊക്കെ പറഞ്ഞു, എന്തൊക്കെയാ പറഞ്ഞത്, അനാവശ്യമായ കാര്യങ്ങൾ. ഇനി പറ്റില്ലല്ലോ, പറ്റില്ല. അതുകൊണ്ട് അതിന്റെ എക്സ്ട്രീമിലേക്ക് വരും അദ്ദേഹം ലെഫ്റ്റിലേക്ക് വന്നിരുന്നെങ്കിൽ. അതാണ് നമ്മൾ കാണുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഇതുമായിട്ട് കൂട്ടി വായിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇതുമായിട്ട് കൂട്ടി വായിക്കേണ്ട, എനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്ക് അറിയണം എന്നുള്ളൊരാഗ്രഹമാണ്. പ്രത്യേകിച്ച് ഈ ഹിന്ദുത്വം പറയുന്ന അല്ലെങ്കിൽ ഹിന്ദുത്വവാദികൾ, അപരമത ഉദ്ദേശം പ്രചരിപ്പിക്കുന്ന എന്താ പറയുക, പ്രവാഹകർ, അവരൊന്നും അറിയാൻ വേണ്ടി സത്യത്തിൽ ആരാണ് ഹിന്ദു, എന്താണ് ഹിന്ദു, എന്താണ് ഹൈന്ദവത? ഈ ഹിന്ദു എന്നും ഹിന്ദുത്വം എന്നും പറയുന്നത് രണ്ടാണ്. തീർച്ചയായിട്ടും അതെ. അതാണ് നമ്മൾ ഈ സ്റ്റാലിൻ്റെ മകൻ ഈ സനാതനികൾ എന്ന് പറയുന്നത് സനാതനത്തെ അല്ല. അതാണ് ഇവരിവിടെ ഒരു ചർച്ച ചെയ്തപ്പോൾ സനാതനത്തിനെതിരാണെന്ന് പറഞ്ഞത്. സ്റ്റാലിൻ്റെ മകനും സനാതനത്തെക്കുറിച്ചല്ല പറഞ്ഞത്, സനാതനികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു മതവും തമ്മിൽ എന്ത് ബന്ധം? ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. ഇപ്പോൾ മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നത് ഇസ്ലാമിനെ വിമർശിക്കലല്ല, കേരള കോൺഗ്രസിനെ വിമർശിക്കുന്നത് ക്രിസ്ത്യാനികളെ അല്ല. എന്നതുപോലെ ഇത് രണ്ടും രണ്ടാണ് എന്ന് അറിയുന്നവർക്കറിയാം, ജനങ്ങൾക്കറിയാം. പക്ഷേ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാണ് ഇതിൻ്റെ ആളുകളെന്ന്. സനാതന ധർമ്മം അല്ലെങ്കിൽ ഹിന്ദുയിസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മൂല്യങ്ങളാണ്. മൂല്യങ്ങൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ തത്വാധിഷ്ഠിതമായ മൂല്യങ്ങൾ ആചരിച്ചു വന്ന ഒരു ജനസമൂഹത്തിൽ നിന്നാണ് സനാതനധർമ്മം അല്ലെങ്കിൽ ഹിന്ദുധർമ്മം എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. അപ്പോൾ മൂല്യങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം. ഈ കൃഷ്ണൻ, രാമൻ, ശിവൻ, ഗണപതി എന്നൊക്കെ പറയുന്നത് മൂല്യങ്ങളാണ്, മൂല്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അല്ലാതെ അവരൊന്നും അങ്ങനെ ഉണ്ടായി തമ്മിൽ അടികൂടി എന്നുള്ളതല്ല. ഇപ്പോൾ മഹാഭാരതമാണെങ്കിലും രാമായണമാണെങ്കിലും ഒക്കെ കഥാരൂപത്തിൽ ഈ മൂല്യങ്ങളെ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ വേണ്ടത്, അതിനനുസരിച്ച് മൂല്യവത്തായിട്ടുള്ള മതങ്ങളൊക്കെ പറയുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ
നമ്മൾ കോഴിക്കോട് വെച്ച് ഒരു നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞല്ലോ സുഡാപ്പി എന്നൊക്കെ പറയുമല്ലോ. ഈ ഒരു എന്താ ഇപ്പോഴത്തെ ഏറ്റവും വിവാദം നടക്കുന്ന ഡീലൊക്കെ നടക്കുന്നത് ഇതാണ്. ഒരാളെ പരിചയപ്പെട്ടു ഒരു ഫംഗ്ഷനിലാണ്, ശരിക്കും CM ഉള്ള ഫംഗ്ഷനാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് അല്ല, അല്ലല്ല ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. അപ്പോൾ സ്വയം വന്ന് പരിചയപ്പെടുത്തിയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ സ്വാമി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങൾ നല്ല നിർവചനങ്ങൾ നൽകണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇസ്ലാമിക രാജ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് പറയാം ഞങ്ങൾ ഇസ്ലാമിക രാഷ്ട്രം, ഞങ്ങളുടെ ലക്ഷ്യം തന്നെയാണ് ഇസ്ലാമിക രാഷ്ട്രം നിങ്ങൾ പറയണം. എന്നിട്ട് നിങ്ങൾ എന്തു വേണം? ഇസ്ലാമിന് നിർവചനം കൊടുക്കണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം, അനുസരണ എന്നൊക്കെയാണ്. അപ്പോൾ സമാധാനപൂർണമായ ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാണ്. അനിസ്ലാമികം എന്ന് പറഞ്ഞാൽ എന്താ? അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഈ നാട്ടിലുള്ള സകല രാമൻ്റെയും ഗോപാലിൻ്റെയും പേര് മാറ്റണമെന്നും ഇവനെ ആചാരത്തിൽ നിന്ന് മാറ്റി പള്ളി കൊണ്ടുപോകണം എന്നുള്ള എന്തായാലും നിങ്ങൾ സങ്കല്പിക്കേണ്ട, അത് നടക്കാത്ത കാര്യമാണ്. അതാണ് നിങ്ങൾ എന്ന് മറ്റുള്ളവർ ധരിക്കുന്നുവെങ്കിൽ ആ ധാരണ മാറ്റിക്കൊടുക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇസ്ലാമിനെ നിർവചിക്കണം, എന്നിട്ട് അവരോട് പറയണം, ജനത്തോട് പറയണം. അപ്പോൾ നിങ്ങൾ ഈ തീവ്രമായ നിലപാടിൽ നിന്നൊക്കെ മാറണം. അപ്പോൾ നിങ്ങൾക്ക് ഗാന്ധി ഇസ്ലാമാണ്, മുസൽമാനാണെന്ന് പറയാം. സമാധാനത്തെ കാക്ഷിക്കുന്ന സമാധാനകാംക്ഷികളെയൊക്കെ തന്നെ ഞങ്ങൾ ഇസ്ലാമികൾ, മുസ്ലിങ്ങൾ എന്ന് പറയും. സമാധാനക്കേട് ഉണ്ടാക്കുന്നവരെ ഞങ്ങൾ അമുസ്ലിങ്ങൾ എന്ന് പറയും. അത് ചിലപ്പോൾ ജാഫറാവാം, മുഹമ്മദ് ആവാം, ഇക്ബാൽ ആവാം, ആരോ ആവാം. നിങ്ങൾ അത്തരത്തിൽ മതത്തിലെ ആത്മീയത പറയൂ, നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത് അല്ലാതെ നിങ്ങൾ വേറെ ഓരോ കാര്യം പറയുമ്പോൾ നമുക്ക് നിങ്ങളോട് സഹകരിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ആശ്രമത്തിൽ എന്താ പറയുക, അറബി ക്ലാസ് തുടങ്ങിയ ആളാണ്. അവിടെ ആദ്യം ഒരു എന്താ പറയുക, ഒരു ആൾ വന്ന് ഇതൊക്കെ നന്നായി പഠിപ്പിച്ചു. അയാൾ വളരെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നതൊക്കെ നമ്മുടെ ആൾക്കാർ തന്നെയാണ് വന്നിട്ട് കേൾക്കാനുണ്ടായും പഠിക്കാനുണ്ടായും. ഖുറാനാണ് അറബിയിലൂടെ പഠിച്ചത്. ഈ ജമാലുദ്ദീൻ മങ്കട അന്ന് അവിടെ പാളയം ഇമാമായിരിക്കുന്ന കാലത്തായിരുന്നു. നമുക്ക് വളരെ നല്ല ബന്ധം. മൂപ്പരുടെ മുറിയിൽ കിടന്നുറങ്ങിയ ആളാണ് നമ്മൾ. ഒരു സന്യാസി ഒരു പള്ളിയിൽ ഇമാമിൻ്റെ മുറി കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമാണ്. വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ തല്ലിക്കൊല്ലും അയാളെ, ആ സന്യാസിയെ. അത് സന്യാസി ആവണമെന്നില്ല, ഒരു കാവ്യ എടുത്തവനായാൽ മതി, ഒരു ഹിന്ദു ആയാൽ മതി, അങ്ങനെ തല്ലിക്കൊല്ലും. പക്ഷെ ഇവിടെ അത് നടക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ ആ ആള്, അതാണ് നമ്മുടെ കേരളം. അതെ, ആ ആള് റിയൽ കേരള സ്റ്റോറി. അതെ, ആ ആള് പോയി ഇപ്പോഴുള്ള ഇമാമുമായിട്ടും വളരെ നല്ല ബന്ധമാണ്, ഞങ്ങൾ വളരെ നല്ല അടുപ്പാണ്. അദ്ദേഹം എന്ത് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് നടത്തിയത്. അല്ലെങ്കിൽ പാളയം പള്ളിയൊക്കെ അങ്ങനെയാണ്. പാളയം പള്ളിയൊക്കെ നിലകൊള്ളുന്നത് അങ്ങനെ, ആര് കണ്ടു കഴിഞ്ഞാലും അവിടെയൊക്കെ പോയി 5 മിനിറ്റ് ഇരുന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ പറഞ്ഞ ഗോപാലകൃഷ്ണനൊക്കെ 5 മിനിറ്റ് ആ പള്ളിപ്പടിയിൽ ഇരുന്നാൽ മതി, അപ്പം മനസ്സിലാവും അയാൾക്ക്. അകത്തുനിന്ന് വന്നിട്ട് എന്താ സാറേ എന്ന് ചോദിക്കും, ഇവിടെ എന്താ ഇരിക്കുന്നത്, എന്താ വിഷമമുണ്ടോ, വരൂ നമുക്ക് അകത്തിരിക്കാന്ന് പറഞ്ഞ് വെള്ളം കൊടുക്കും. അവരൊക്കെ അങ്ങനെയുള്ളവരാ, ബാക്കി ഇതൊന്നും നോക്കിയിട്ടല്ല. അപ്പോൾ മനസ്സിലാക്കണ്ടേ അല്ലേ? അതേന്ന് പിന്നെ വന്ന ഇവർക്ക് എന്താ കിട്ടുന്നതല്ലേ ഇങ്ങനെ ഈ മനുഷ്യന്മാരെ തമ്മിൽ, ഈ മനസ്സുകൾ തമ്മിൽ ഭിന്നിപ്പിച്ചിട്ട് എന്ത് ആത്മസുഖമാണ് കിട്ടുന്നത് ഇവർക്ക്? രാഷ്ട്രീയ നേട്ടമോ കിട്ടുന്നില്ല അവർക്ക്, ദൂരെ ശ്രമിച്ചിട്ടോ അത് കിട്ടുന്നില്ല, ഇപ്പോഴും സംഭൂജിരായിട്ട് നിൽക്കുക. പിന്നെ എന്തിനാണ് ഈ മനുഷ്യ മനസ്സുകളെ തമ്മിൽ ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ച് തൊഴുത്തിൽ കുത്തി? എന്ത് സുഖം, എന്ത് ആത്മസുഖമാണ് കിട്ടുന്നത് ഇവന്മാർക്ക്? ഈ പരജന സേവനത്തിൽ മാത്രമല്ലോ ഞാൻ പറയുന്നത്, ഈ RSSന്റെ ഐഡിയോളജി പോലെ തന്നെ വിശ്വസിക്കുന്ന മുസ്ലിം വിഭാഗത്തിലെ കുറച്ച് ആൾക്കാരുണ്ട്, ക്രിസ്ത്യൻ വിഭാഗത്തിൽ കുറച്ചുകൊണ്ട് കാസ, STP എന്നൊക്കെ പറയുന്നൊക്കെ ആ ഒരു വിഭാഗത്തിൽ പെടുന്നവരാ. എല്ലാവരെയും ഞാൻ പറയുന്നു ഒറ്റഗണത്തിലാ പറയുന്നത്, വർഗീയവാദികളെ മൊത്തത്തിൽ ഒറ്റഗണത്തിലാ പറയുന്നത്. എന്ത് ആത്മസുഖം ഇവന്മാർക്ക് കിട്ടുന്നത്? പരജന ചിലർക്കല്ല, ഭൂരിപക്ഷത്തിന് പരജന സേവനത്തിലാണ് സുഖമെങ്കിൽ ഇവർക്ക് പരജന ദ്രോഹത്തിലാണ് സുഖം. അതിലാണ് ഇവർ ഡോക്ടറേറ്റ് എടുക്കാൻ ശ്രമിക്കുന്നത്. കിട്ടുമോ അവന്മാർക്ക് ഡോക്ടറേറ്റ്? എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ ആലോചിക്കാറുണ്ട്, ഈ രാത്രി കിടക്കാൻ നേരത്ത് ഇവർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കില്ലേ എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. അതെ ഞാനിപ്പോൾ ചോദിച്ചത്, അതാ ചോദിച്ചത്. അപ്പോൾ അത് മനുഷ്യനെ കുറിച്ചുള്ള നമ്മുടെ ചില കാൽക്കുലേഷനൊക്കെ എങ്ങനെ മാറിപ്പോവുകയാണ്. ഇവരെങ്ങനെ ഉറങ്ങും, സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നത് ഇവരെ ആലോചിച്ചാൽ അവർക്ക് മനസ്സിലാവില്ലേ?
ഇത് ശരിയല്ല, ഇത് ധർമ്മമല്ല. കാരണം നമ്മൾ അങ്ങനെയല്ലല്ലോ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അതെ അതെ. അത്ഭുതം തോന്നാറുണ്ട്. ചില ഈവൻ ദുബായിലൊക്കെ നമ്മളവിടെ 45 ദിവസം അതിൽ കൂടുതൽ, കാരണം 45 ദിവസം ഇന്ത്യൻ കോൺസുലേറ്റിൽ ഭഗവത്ഗീത പ്രഭാഷണം നടത്തിയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ട് ദുബായിൽ. അതിനുശേഷം അങ്ങനെ ഒരു പരിപാടിയൊന്നും അവിടെ നടന്നിട്ടില്ല. ഇല്ല. അത്രയും സഹകരണമായിരുന്നു അതിൽ അവിടുത്തെ ഭരണകൂടം, മറ്റുള്ള ആൾക്കാർ. ആലോചിച്ച് നോക്കണം, ഇസ്ലാമിക രാജ്യമല്ലേ, അവിടെയാണ് ഈ കാര്യം നടക്കുന്നത്. സൗദിയിൽ ഞാൻ ഈ അടുത്തൊരു ഇന്റർവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, സൗദി അറേബ്യയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ അമ്പലങ്ങൾ ഇങ്ങനെ പണിത് മോദിയാണ് ഈ അടുത്ത് പോയി ഏറ്റവും വലിയ അമ്പലം ഇവിടെ അബുദാബി, ഇവിടെ പള്ളികൾ പൊളിച്ചോണ്ടിരിക്കുക. അതെ അതെ. എന്തൊരു അധാർമികതയാണ് അത്, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അതായത് ഒരു സൈഡിൽ നമ്മൾ മതേതരത്വവും അല്ലെങ്കിൽ വളരെ സന്തോഷപൂർവ്വമായിട്ട് ജീവിക്കുക, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിയിട്ടൊന്നും ഒന്നും കിട്ടാനില്ല എന്ന് പറയുമ്പോൾ, ഇവിടെ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ തന്നെ എങ്ങനെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാം എന്ന് ചിന്തിച്ച് പിന്നെയും മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര, അല്ല, നമ്മുടെ രാജ്യം തകർന്നു പോകുകയല്ലേ? രാജ്യം ബാക്കി കാണുമോ ഇനി ഇങ്ങനെ പോയാൽ? ഇവരിങ്ങനെ, അതായത് വളരെ സിമ്പിളായിട്ട് സംയോജിക്കാം. ഈ BJP ഇതുപോലെ തന്നെ ഇനിയും ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം കൂടി ഭരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ? സ്വാമിയുടെ എന്ത് തോന്നലുകളാണ് അറിയേണ്ടത്? എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നമുക്കറിയില്ല. നമ്മുടെ ഈ കോലത്തിൽ പോയി കഴിഞ്ഞാൽ ഒന്ന്, ഈ കുറേ നമ്മുടെ ശരിയായിട്ടുള്ള, നമ്മൾ ഭയപ്പെടുന്ന ഒരു കാര്യം, നമ്മുടെ ശരിയായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, അതിലേക്കാണ് ഇവർ എന്താ പറയുക, അതിനെയാണ് സ്പോയിൽ ചെയ്യുന്നത്. നമ്മുടെ ശരിയായ കൾച്ചർ അത് ഇന്നതായിരുന്നു എന്നുള്ളതിനെ തിരുത്തുകയാണ്. അതങ്ങനെയല്ല. ഇപ്പം നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം അതിൽ കൈവച്ചിട്ടുണ്ട്, അത് ഏറെക്കുറെ വഷളാക്കി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ പഠിപ്പിക്കുന്ന കാര്യത്തിൽ, ഇപ്പോൾ സിലബസിലൊക്കെ ഇവർ വളരെ ഇതായിട്ട് കൈവച്ചിട്ടുണ്ട്. ഈവൻ ഗാന്ധിയുടെ ചരിത്രം പോലും നമ്മളിപ്പോൾ പിറകിലേക്ക് ഇങ്ങനെ എടുക്കുമ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുതൽ അവിടുന്ന് അങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ വെറുതെ ഒന്ന് ഗുജറാത്തിലൊക്കെ ഒന്ന് പോയി നോക്കൂ, പലതും സങ്കടം വരും. നമ്മളതുകൊണ്ട് പറയാ, ദണ്ഡി പാലം, ദണ്ഡി യാത്ര നടന്ന പാലം അല്ലേ, ഏതൊരു ഇന്ത്യക്കാരനും അറിയുന്നത്, കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ ദണ്ഡി പാലം എന്താണെന്ന്. ദണ്ഡി പാലം കടന്നിട്ടാണ് ഗാന്ധിജി അവിടെ നിന്നിട്ട് പറയുന്നത്, ഇനി ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഞാൻ ഇവിടേക്ക് സബർമതി ആശ്രമത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പറയുള്ളൂ. അദ്ദേഹത്തിന് തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല. അത് നമുക്കറിയാമല്ലോ എന്താ സംഭവിച്ചത്. ആ ദണ്ഡി പാലം ഇന്ന് നിങ്ങൾക്ക് ആരെങ്കിലും ഗുജറാത്തിൽ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ അതൊന്ന് ഇന്ന് അവിടുത്തെ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഈ താഴെ ആണ് ഈ ചപ്പ് ചവറുകളും അതും ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തീ കൊടുത്തിട്ട് അതിങ്ങനെ കരിഞ്ഞ് ഒരുമാതിരി ഒരു അസ്ഥിപഞ്ജരമായിട്ട് അതൊരു വലിയൊരു മോണുമെൻ്റ് ആണ്. നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇതിലൊക്കെയാണ് നമുക്ക് കോൺഗ്രസിനോട് അങ്ങേയറ്റത്തെ എന്താ പറയുക ദേഷ്യവും അമർഷവും ഒക്കെ ഉള്ളത്. 2, മഹാത്മജി പഠിച്ച സ്കൂള്, ആ സ്കൂൾ ഇന്നില്ല, അതൊക്കെ ഇടിച്ചു പൊളിച്ച് അവർ ഇതാക്കിയിട്ടുണ്ട്. അതുപോലെ ഗാന്ധിജി താമസിച്ചിട്ടുള്ള ആദ്യത്തെ ആശ്രമം കോച്ച്റബ് ആശ്രമം, ആ കോച്ച്റബ് ആശ്രമത്തിൽ എന്തൊക്കെയോ, അവിടെ നമ്മൾ പോയപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല, എന്തൊക്കെയോ അവരവിടെ മൊത്തത്തിൽ വളച്ചു കെട്ടി എന്തൊക്കെയോ ചെയ്യുന്നത്, എന്താ പരിപാടി എന്നൊന്നും അറിയില്ല. ഗാന്ധി ആശ്രമത്തിൽ പോയ സമയത്ത്, സബർമതിയിൽ പോയ സമയത്ത് കണ്ടത് അവിടെ മോദി ചർക്കതിരിക്കുന്ന ഇന്ത്യയിൽ എത്ര പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയോ തുടങ്ങിയിട്ടുള്ള എത്രയോ പേരില്ലേ, ഒരാളുടെ ഫോട്ടോ അവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാനില്ല. ഇപ്പോൾ മോദിയുടെ ചർക്കതിരിക്കുന്ന വലിയൊരു ഫോട്ടോ ആണ് ഈ ഗാന്ധി ആശ്രമത്തിൽ, സബർമതി ആശ്രമത്തിൻ്റെ. ഗുജറാത്ത് ആയതുകൊണ്ടാണ്, അതാണ് കേരള ഗുജറാത്ത് നമ്മൾ. ഗാന്ധി വധത്തിലെ പ്രധാനപ്പെട്ട ആളാണ് ഗാന്ധി. പാർലമെൻറ്റിൻ്റെ അകത്ത് ഗാന്ധിക്ക് നേർ മുന്നിൽ, അതൊക്കെ ഒരു ഭയങ്കര ജാതി ഒരു ഇൻസൾട്ടിങ്, ഒരു ഇൻസൾട്ടിങ് ആയിട്ടുള്ള ഒന്നാണ്. കോൺഗ്രസ് എന്താ, ഓരോ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം അതിലേക്ക് അവർ വളരെ ഭംഗിയായിട്ട് അത് എത്തിക്കുന്നുണ്ട്. അതെ. അപ്പോൾ ഒരു പുതിയ തലമുറയിലേക്ക് ഇവർ നമ്മുടെ ചരിത്രവും എല്ലാം തന്നെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ
ഇവർക്ക് ഏറ്റവും വലിയ ദേഷ്യവും കാര്യവും എന്താന്ന് പറഞ്ഞാൽ ഈ മഹാഭാരതം, രാമായണം ഇതൊക്കെ ചരിത്രമല്ല, വാസ്തവത്തിൽ ഇത് തത്വങ്ങൾ പറയാൻ വേണ്ടി നമുക്ക് പറഞ്ഞാണെന്ന് പറയുമ്പോൾ ഇവരതിൻ്റെ പേരിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള. ഞാൻ ചോദിക്കട്ടെ, ഈ സത്യത്തിൽ ഈ മഹാഭാരതവും രാമായണവും ഒക്കെ ചരിത്രങ്ങളാണോ അതോ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ അതോ കഥകളാണോ? ഒരിക്കലും സംഭവിച്ചതല്ല, കഥ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ രാമായണം സീരിയലൊക്കെ അല്ലെങ്കിൽ മഹാഭാരതം സീരിയലൊക്കെ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ടൈറ്റിൽ സോങ് തന്നെ ഇല്ലേ, അത് ശ്രീ മഹാഭാരത് കഥ, മഹാഭാരത് കഥ, മഹാഭാരത് കഥ, കഥാ ഹി പുരുഷാർത്ഥ കി സ്വാർത്ഥ കി പരമാർത്ഥ കി. അതാണ് ടൈറ്റിൽ സോങ് തന്നെ. ഇതാ ശ്രീ മഹാഭാരതമാകുന്ന കഥ. എന്താണ് ഈ കഥ? പുരുഷാർത്ഥങ്ങളെക്കുറിച്ച്, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ വിഷയങ്ങളെക്കുറിച്ച് പറയുന്ന കഥകളാണ്. അതിലെ ക്യാരക്ടേഴ്സാണ് അതൊക്കെ. ഇപ്പോൾ വ്യാസരുടെ പുത്രന്മാരാണ് ഇപ്പോൾ ധൃതരാഷ്ട്രനും പാണ്ഡുവും വിതുരനും ശ്രീ ശുഖബ്രഹ്മർഷി. ഇവർ 4 പേരും ഈ 4 കാര്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നവരാണ്. ഇതിലെ കൗരവന്മാരും പാണ്ഡവന്മാരും ഒക്കെ ധർമാധർമ്മങ്ങളുടെ പ്രതീകങ്ങളാണ്. ഈ യുദ്ധം എന്ന് പറയുന്ന മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന യുദ്ധമാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ ഇവർക്കതൊരു ഒരു ബുദ്ധിമുട്ടാണ്. ഇവരുണ്ടാക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൂടെ ഇവർ നേടാൻ ശ്രമിക്കുന്നത്, സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതൊക്കെ. അപ്പോൾ അതിന് തടസ്സമാണോ എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ്. സിമ്പിളാണിത്. നമ്മൾ സൂര്യൻ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല എന്നുള്ളതൊരു ശാസ്ത്രീയ സത്യമാണ്, അല്ലേ? അതുകൊണ്ടിപ്പോൾ സൂര്യോദയം കാണുന്നു, സൂര്യാസ്തമയം കാണുന്നതിനും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കണ്ടോളൂ, അത് ആസ്വദിച്ചോളൂ. പക്ഷേ അൾട്ടിമേറ്റ് ട്രൂത്ത് എന്താണ്? ശാസ്ത്രമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അതെ അതെ, അൾട്ടിമേറ്റ് സത്യം എന്ന് പറയുന്നത് അത് ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല എന്നതുപോലെയാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല ചരിത്രത്തിൽ, ലോകത്തിൽ. ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗവേഷകന്മാരൊക്കെ കണ്ടെത്തും. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ടോ? 10 തലയുള്ള ആളും ഇയാളിങ്ങനെ ഓരോ തല പോകുമ്പോൾ ഓരോ തല വരികയും. ഇവരുടെ അച്ഛനെ ഇപ്പോൾ മഹാഭാരതം എഴുതുമ്പോൾ തന്നെ വ്യാസൻ ഇത് പറയുന്നുണ്ട്. വ്യാസരും ഗണപതിയും തമ്മിലുള്ള ഒരു ഡീലാണ്. അപ്പോൾ വ്യാസൻ ഭഗവാനെ പ്രത്യക്ഷമായിട്ട് പറഞ്ഞു, എൻ്റെ ഉള്ളിലൊരു കഥയുണ്ട്, അതെനിക്ക് എഴുതണം, ഒരാൾ എന്നെ സഹായിക്കണം, ഒരു സ്റ്റെനോഗ്രാഫറെ പോലെ ഒരാളെ വേണമെന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു ഗണപതി സഹായിക്കുന്നു. അങ്ങനെ ഗണപതി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഗണപതിയോട് വ്യാസൻ പറഞ്ഞു, നിങ്ങൾ എന്നെ എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ ഗണപതി പറഞ്ഞു, ഞാൻ ഈ എഴുത്ത് തുടങ്ങിയാൽ നിർത്തില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ വ്യാസൻ ഓക്കെ പറഞ്ഞിട്ട് വ്യാസൻ പറഞ്ഞു, മനസ്സിലാവാതെ എഴുതരുതെന്ന് പറഞ്ഞു. ഞാൻ എന്താണോ പറയുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവണം, എന്നിട്ടേ നിങ്ങൾ എഴുതാവും. അങ്ങനെ ഗ്രന്ഥത്തിന് ഗ്രന്ഥിയിട്ടു എന്നാണ് പറയുന്നത്. ഗ്രന്ഥിം നിവേശയത്. ഇപ്പോൾ സൂര്യനിൽ നിന്ന് കുന്തിക്ക് ഒരു പുത്രനുണ്ടായി, കർണൻ. ഗണപതിക്ക് വേലായുധൻ്റെ ഭാര്യയായിട്ടുള്ള ദാക്ഷായണിയിൽ ഗോപാലൻ എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞ പോലെ ആധാര എഴുത്തുകാരനെ പോലെ എഴുതാൻ പറ്റില്ല. സൂര്യനിൽ നിന്ന് എങ്ങനെ ഒരു സ്ത്രീ ഒരു കുട്ടിയെ പ്രസവിക്കും? സംഭാവ്യമാണോ അത്? അപ്പോൾ എന്താ, ഗണപതി എഴുത്തവിടെ നിർത്തും. അപ്പോൾ അത് തത്വചിന്തയാണ്. അല്ലാതെ സൂര്യൻ എന്ന് പറഞ്ഞ സൂര്യനിൽ നിന്ന് ഒരു സ്ത്രീയിൽ ഒരിക്കലും ഒരു കുട്ടി ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ RSSകാർ പറഞ്ഞാൽ അങ്ങനെ കുട്ടിയൊക്കെ ഉണ്ടാവുന്ന. ഭൂമിയിൽ നിന്ന്, വായുവിൽ നിന്ന്, ധർമ്മത്തിൽ നിന്ന്. ഇവരെ ഈ 5 കുട്ടികളെന്ന് പറയുന്നത് പ്രസവിച്ചതല്ല ഇവരൊന്നും. കലത്തിൽ നിന്നാണ് ഈ കൗരവന്മാരൊക്കെ ജനിച്ചിട്ടുള്ളത്. അങ്ങനെ അതിലെ എല്ലാം തന്നെ അത്തരത്തിലുള്ളതാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു റിയൽ സംഗതിയല്ല എന്ന് പറയാൻ വേണ്ടി വ്യാസൻ തന്നെ അങ്ങനെയാണത് ചമച്ചിട്ടുള്ളത്. വ്യാസൻ അത് പറയുന്നുണ്ട് പലയിടത്തും. ഇവരിത് വായിക്കാത്തതുകൊണ്ട് വായിച്ച് പഠിച്ചവർ പറയുമ്പോൾ ഇവർക്കത് ബുദ്ധിമുട്ടാണ്. അത് ചോദിക്കുന്നത്, ഹിന്ദു എന്ന് പറയുന്ന ഒരു സംസ്കാരമാണോ അതൊരു മതമാണോ? സംസ്കാരമാണ്. മതമായിട്ട് അതിനെ പരിഗണിക്കുന്നു. അതോ എല്ലാവരെയും ഉൾക്കൊള്ളാൻ അംഗീകരിക്കുന്ന, അല്ല എല്ലാവരും അംഗീകരിക്കുന്ന, അല്ലെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് സനാതനം എന്ന് പറയുന്നത്. അല്ലേ? അതാണ്. അല്ലേ, നമുക്ക് ചിന്തിക്കാമല്ലോ, ഈ മിഷണർമാർ വന്നപ്പോഴും പേർഷ്യയിൽ നിന്ന് മുസ്ലിങ്ങൾ വന്നപ്പോഴും സ്വീകരിച്ചിരുത്തിയവരാണ് ഹൈന്ദവ സംസ്കാരമുള്ളവർ, അല്ലേ? അതെ. അപ്പം നമ്മൾ പറയുമ്പോൾ ചേരമാൻ പെരുമാളുടെ കൊടുങ്ങല്ലൂർ പ്രവാചകനിൽ നിന്ന് നേരിട്ട് മാസം സ്വീകരിച്ചു തന്നെ. ഇവിടെ നമ്മൾ വലിയ പാരമ്പര്യം പറയുമ്പോൾ അങ്ങനെയാണല്ലോ. കച്ചവടത്തിനായി വന്നിട്ടുള്ളവരെയൊക്കെ നമ്മൾ അങ്ങനെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോഴും ഉണ്ട്. അത് ആ റെസ്പെക്റ്റ് പരസ്പരം ഉണ്ട്.
അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പേർഷ്യക്കാരാണ് സത്യം പറഞ്ഞാൽ ഹിന്ദ് ഹിന്ദ് എന്ന് വിളിച്ചാൽ ഇന്ത്യ ഇന്ത്യ എന്നാണ് അതെ, അല്ലെ, അതെ, അതാണ് ഹിന്ദ്, ചരിത്രം, അതെ, അതെ, അതാണ് ചരിത്രം. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ RSS മാറ്റം വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്യന്തികമായിട്ട് ഈ അവർ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. മുഗളന്മാരൊക്കെ മഹാ തല്ലിപ്പൊളികളാണെന്ന് പഠിപ്പിക്കുക. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കും. അതിനെക്കുറിച്ച് എന്താ അവരുടെ കോൺട്രിബ്യൂഷനെ പാടെ തിരസ്കരിക്കുക. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഡാമേജ് ചെറുതല്ലല്ലോ. അപ്പോൾ ചരിത്രത്തെ അപനിർമ്മിക്കുക. അതെ അതെ അതെ. നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത്ഭുതപ്പെടും. NSS ഉദ്ഘാടനം ചെയ്തത് ശ്രീനാരായണ ഗുരുവാണെന്ന് ഇവരുടെ ഒരു സന്യാസി പറഞ്ഞു. നമ്മളത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അതിന് ഇതാക്കിയപ്പോൾ അവർ നമുക്കെതിരെ അത് പിന്നെ ഒരുപാട് കാരണങ്ങളുണ്ട്. അവർ ചരിത്രത്തെ അപനിർമ്മിക്കുമ്പോൾ നമ്മൾ ഇടപെടുന്നുണ്ട്. നമുക്ക് നല്ല ബോധ്യമുള്ള പല കാര്യങ്ങളും.